തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ അധീനതയിലുള്ള ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് മരണമടഞ്ഞ ക്രിസ്റ്റഫർ ജോയിയുടെ മാതാവിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 10 ലക്ഷം രൂപ അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഒപ്പം കോർപ്പറേഷനും ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകാൻ തീരുമാനിച്ചു. ഇതിൻ്റെയൊക്കെ സമഗ്ര വിവരങ്ങളുമായി ഷീജ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ഷീജ, എന്തൊക്കെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ? തീർച്ചയായും അജിംഷാദ്, ഏതായാലും ജോയ് ഈ ഒരു ദാരുണ സംഭവത്തിൽ മരണപ്പെട്ടെങ്കിലും ജോയിയുടെ കുടുംബത്തെ ചേർത്ത് നിർത്തുക എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം നഗരസഭയും എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം അടിയന്തരമായി തന്നെ ജോയിയുടെ കുടുംബത്തിന് ധനസഹായം നൽകുന്ന വിഷയം പരിഗണിക്കുകയും 10 ലക്ഷം രൂപ ജോയിയുടെ മാതാവിന് നൽകുവാൻ വേണ്ടി തീരുമാനിച്ചതും. അതിനൊപ്പം തന്നെ തിരുവനന്തപുരം നഗരസഭയും ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തിയിരിക്കുന്നു. തിരുവനന്തപുരം നഗരസഭ ജോയിയുടെ മാതാവിന് വീട് വെച്ച് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് നഗരസഭയുടെ അധീനതയിലുള്ള സ്ഥലം അല്ലെങ്കിൽ പോലും പ്രത്യേക ഓർഡർ ഇറക്കി ഇതിനുവേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് നിലവിൽ തിരുവനന്തപുരം നഗരസഭ തീരുമാനിച്ചിരിക്കുന്നത്. വലിയ തോതിലുള്ള ഒരു റെയിൽവേയുടെ അനാസ്ഥ, അതിൻ്റെ ഭാഗമായാണ് ജോയിയുടെ ജീവൻ നഷ്ടപ്പെട്ടതെങ്കിൽ പോലും അവിടെ ഓരോ ഘട്ടത്തിലും അടിയന്തര ഇടപെടലുകൾ ജോയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലടക്കം തെരച്ചിലടക്കം നടത്തിയിരുന്നു സർക്കാർ. ഇപ്പോൾ ജോയ് മരണപ്പെട്ടെങ്കിൽ പോലും ജോയിയുടെ കുടുംബത്തെയും ചേർത്ത് നിൽക്കുന്ന ആ രീതിയിലുള്ള നടപടികൾ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം നഗരസഭയും കൈക്കൊണ്ടിരിക്കുന്നതും. അജിംഷാദ്, തീർച്ചയായും